ആനയുണ്ടല്ലേ? രണ്ട് പേർക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ഇത് പറ്റിയല്ലേ? മറ്റേ വെള്ളത്തിൽ വീണ അനന്ത് വെള്ളത്തിൽ വീണ കമ്പി കുടുങ്ങിയിട്ട്. അപ്പൊ ഈ കമ്പി വെള്ളത്തിലെങ്ങനെ വന്നത്? അത് വിലങ്ങ് കിട്ടും. ഫോറസ്റ്റ് മൊത്തം കമ്പി ഇങ്ങനെ ഇട്ടിരിക്കുന്നു. വെള്ളത്തിൽ കൂടിയും ആ വെള്ളത്തിൽ മുകളിൽ കൂടെ കുറ്റിയൊക്കെ അടിച്ചിട്ട് പൊന്തിച്ചിട്ടാണ് ഇത് ഇട്ടത്. വെള്ളത്തിൽ ചവിട്ടിയപ്പോഴാണ് ഈ ഷോക്ക്? അല്ല, കമ്പി സൈഡിൽ കാണാത്ത രീതിയിൽ ഒരു മറ്റേ ഇതുണ്ടല്ലോ കരിമ്പ് സൈഡിലുള്ള കാട്, അതിനുള്ള കൂടെ കമ്പിയിട്ടുണ്ട്. മീൻ കോരുന്ന കോരിൽ തട്ടിയിട്ടുണ്ടാവും. തട്ടിയിട്ട് നേരെ വീണു. ഒരാൾ തട്ടിയപ്പോൾ മറ്റേ പോയപ്പോൾ 2-3 ആൾ വീണു. തട്ടി എന്താ പേര്? ഇത് കമ്പി തട്ടി വീണാണ്. അത് അവനാദ്യം ചെന്നിട്ട് കമ്പിയിൽ തട്ടണത്. സമയം ഏത് കയറി പിടിച്ചിട്ട് അവന് വീണു. തട്ടിയപ്പോൾ തെറിച്ചു പോയാലേ വീണതാണ്. തട്ടിയപ്പോൾ തന്നെ വീണു. ആളെ കയറി പിടിച്ചപ്പോൾ മറ്റേ ആളല്ലേ? ആ ടൈമിൽ പിന്നെ പെട്ടെന്ന് എന്താ ചെയ്യാറില്ലല്ലോ. അവൻ നേരെ ചെന്ന് അവനും തൊട്ട് അവൻ ഇങ്ങോട്ട് വീണു. അവൻ നേരെ അനന്തു നേരെ കമ്പീൻ്റെ മേലെ കൂടി. അവർ വീണപ്പോൾ തന്നെ നമ്മൾ തോട്ടിൽ നിന്ന് കയറി. ഞങ്ങൾ 3 പേര് തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് പിന്നെ തുണി വെച്ചിട്ട് യദുവിനെ ഇങ്ങോട്ട് കയറ്റി. ആ സമയം ഷാനും അപ്പുറത്തേക്ക് ചാടിയപ്പോൾ കമ്പിയില കൊളുത്തി, വീണ്ടും കൊളുത്തി അല്ലേ? ഷാനും വീണു. ഷാനും ഇതുമാണ് പരിക്ക് പറ്റിയത്. അതെങ്ങനെയുണ്ട് അവർ രണ്ടുപേരും സ്ഥിതി? തിരിച്ചു കൊണ്ടുപോയാണ്. ഇല്ലില്ല, ഇത് ഇവിടെ ഉണ്ട്. ഷാനു ഹോസ്പിറ്റലിൽ കുഴപ്പമില്ലല്ലോ. മോശം അവസ്ഥ കഴിഞ്ഞല്ലേ? മോശം അവസ്ഥ കഴിഞ്ഞല്ലേ? സാധാരണ ഇങ്ങനെ കമ്പിയിടാറുണ്ട് ഈ ഭാഗത്ത്? സാധാരണ അവിടെ തോട്ടിലെങ്ങനെ ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ ഒരു സ്ഥിര പോകണമെന്ന്. ഇത് ഇങ്ങനെ പറ്റുന്ന പ്രതീക്ഷിച്ചിട്ടില്ല. ബന്ധുവാ ശരിക്കും 3-5 പോകേണ്ടതാണ്. ശരിക്കും. കാരണം ഇവരവിടെ പുറത്ത് 2 തട്ടാത്തത് കൊണ്ടാണ് നമ്മളറിയാൻ പറ്റിയത്. 5 തട്ടണമെങ്കിൽ ആരും അറിയില്ല. പിന്നെ അവിടെ ആരെങ്കിലും അതിൽ കൂടെ പോകണമെങ്കിൽ അവരും തട്ടും. അത് ശരിയാ. ഇത് വലിയൊരു ദുരന്തമുള്ള ഇതായിരുന്നു. നിങ്ങൾ പിന്നെ പോയി ഫ്യൂസ് ഊരി അവരെ രക്ഷപ്പെടുത്തി. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും ഏരിയൊക്കെ. പക്ഷേ രാത്രി കാലങ്ങളിൽ ഇത് ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ മൂന്ന് മക്കളല്ലേ? 2 പെൺകുട്ടികളല്ല. അവിടെ എൻ്റെ ആളാണ് മൂത്തത്. എന്തുവാണ് മൂത്തത്? എന്ത് ചെറുതാണ്. മറ്റേ ചേച്ചിമാരാണ്. പറഞ്ഞപ്പോ 10 ആയെന്നു. കുട്ടിക്ക് പറ്റിയത് അയ്യോ ഇനി തക്കനായ ശിക്ഷ കൊടുക്കണം. എന്റെ കുട്ടി പോയി. ഫ്രണ്ട് അല്ലേ? സാധാരണ പിള്ളേരിങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നതാണല്ലോ. പിന്നെ നമ്മളൊക്കെ ചെയ്യണല്ലേ നമ്മളെ ഈ പ്രായത്തിൽ? ഞാൻ പറയാം കുട്ടികളെ കുറ്റപ്പെടുത്തി നമ്മളൊക്കെ ഈ പ്രായത്തിൽ ചെയ്തിട്ടുള്ളതല്ലേ? തോട്ടിൽ മീൻ പിടിക്കാൻ പോകും പരിപാടിയൊക്കെ മഴ പെയ്യുമ്പോഴും ഒക്കെ. പിന്നെ നമ്മളൊക്കെ ചെയ്തേക്കണല്ലേ എല്ലാവരും അല്ലേ? നമ്മുടെ ചെറുപ്പത്തിൽ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ. പേടി ഏതായാലും പോയി. ആർക്കും ഇങ്ങനത്തെ ഒരു ഉണ്ടാവരുത്. ചിലപ്പോൾ ഉണ്ടാവരുത്. നമ്മളതാണ് കർശനമായിട്ട് നോക്കിക്കോളാം. ഞങ്ങൾ ശ്രദ്ധിച്ചോളാം കേട്ടോ.
ഇനി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോളാം. കുട്ടി അതിന് പോയത് ജയിലിട്ടുള്ളത് അത് ഇനി ഒരു കാരണവശാലും നല്ലൊരു ആക്ഷൻ കിട്ടും. അല്ലെ നടക്കൂല ഈ ഇതേമാതിരി അനുഭവിക്കും. എന്താണ് അത് അന്നേ അത് ക്ലിയർ ചെയ്ത് പോയി. എനിക്ക് ഇങ്ങനത്തെ ഒരു കേസ് സംഭവം ഉണ്ടാകരുത്. ശരി, നമുക്കെല്ലാം നമുക്ക് ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ശരി, അല്ലാതെ എന്ത് പറഞ്ഞാൽ ഞാൻ ആശ്വസിപ്പിക്കണം കേട്ടോ. ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കണാരാ? മോളാണ്. മോള് ഡിഗ്രി കഴിഞ്ഞു അല്ലേ? അവിടെ കോഴിക്കോട് ഇതിന് വളർന്നു. മോള് ഫൈനൽ ഇയർ അല്ലേ? ഏത് കോളേജാ? പറഞ്ഞ അച്ഛൻ പറഞ്ഞു. ശരി. ഇലക്ട്രിസിറ്റിയിൽ 4 മാസം മുമ്പ് ഇലക്ട്രിസിറ്റിയിൽ ഇവിടെ അടുത്തുള്ള ആൾ പരാതി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അവിടെ നമ്മളെ എടുത്തിരുന്നു. ഇവിടെ അടുത്തിരുന്നു ഷാനുവിൻ്റെ അമ്മ തന്നെ പറഞ്ഞു ഇലക്ട്രിസിറ്റി ബോർഡിന് പരാതി കൊടുത്താണ്. ഇന്ന് വരെ വന്നു നോക്കിയിട്ടും കൂടിയില്ല. ഇവിടുത്തെ ലൈൻ തന്നെ വീണ് കിടക്കുമായിരുന്നു അല്ലേ? സർവീസ് ലൈൻ തന്നെ ഇന്നലെയൊക്കെ വീണ് കിടക്കുമായിരുന്നു. രാത്രി വന്ന് നന്നാക്കിയെന്ന് പറഞ്ഞു. ആ മനസ്സിലായി. ചേട്ടാ മഞ്ചേരി താമസിക്കുന്നല്ലേ? ഇവിടെ കാലങ്ങളായിട്ട് നമ്മൾ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. മഴക്കാലമൊക്കെ ഇതൊന്നും നല്ല ഇവിടെ നമ്മൾ അങ്ങോട്ട് പിന്നെ ആനശല്യം ഉണ്ടല്ലേ? വഴി പ്രശ്നമാണ് കൂടുതൽ പ്രശ്നം. ഇവരൊക്കെ മാറ്റി. പക്ഷേ ഇവിടെ ഒരു 5 കുടുംബങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പെട്ട് നിൽക്കും. മാറ്റേണ്ടി വരും അല്ലേ? ഇത് ഗുരുതരമായ അനാസ്ഥയാണ്. കാരണം വളരെ കൃത്യമാണ് അനാസ്ഥയാണെന്നുള്ളത്. ഇവിടെ ഇതിനു മുമ്പ് തന്നെ ഈ പരിക്കേറ്റ ഷാനുവിൻ്റെ അമ്മ തന്നെ പറഞ്ഞല്ലോ, അവർ പരാതി കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ കെണി വെച്ച് ഇലക്ട്രിക് ലൈൻ കിടക്കുന്നത് കണ്ട് പരാതി ഒന്ന് അന്വേഷിച്ച പോലും ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ആരും വന്നിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ പഞ്ചായത്തിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? പഞ്ചായത്ത് ഇത് പിടിക്കാൻ പറ്റുമോ? അനധികൃതമായി ചെയ്യുന്നതിന് പിടിക്കാനുള്ള അധികാരം പഞ്ചായത്തിനൊന്നുമില്ല. ചെയ്യേണ്ടത് ഒന്നുകിൽ പോലീസ്, അല്ലെങ്കിൽ ഫോറസ്റ്റ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ്. ഈ 3 ഏജൻസിക്ക് ഇതിനകത്ത് അധികാരമുള്ളൂ ഇത് മാറ്റാനും അവർക്കെതിരായി നടപടിയെടുക്കാൻ. ഈ 3 ഏജൻസികളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അനാസ്ഥയാണ്. ഇലക്ട്രിസിറ്റി ബോർഡിന് പരാതി കൂടി കൊടുത്താണ്. എന്നിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഒരാൾ അന്വേഷിച്ച് പോലും വന്നിട്ടില്ല. ഒരു കുഞ്ഞിൻ്റെ ജീവനല്ലേ പോയത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മഹാഭാഗ്യം കൊണ്ടല്ലേ 5 പേര് പോയേനെന്നാണ് രക്ഷപ്പെടുത്തിയ ആൾ പറഞ്ഞത്. രക്ഷപ്പെടുത്തിയ ആൾ അതിൽ നിന്ന് 2 പേര് ഓടിച്ചെന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ചെന്ന് ഫ്യൂസ് ഊരി ചെന്നത്. മറിച്ച് അവരും കൂടി വീണിരുന്നെങ്കിൽ 5 പേരും അവിടെ വീണ് പോയേനെ. 5 പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടു തന്നെ. 5 പേരുടെ ആലോചിച്ച് നോക്കി, ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോയി. അപ്പോൾ അത് ഗുരുതരമായ അനാസ്ഥയാണ്. അതിനെക്കുറിച്ച് അന്വേഷിച്ച് തെറ്റുകാർക്കെതിരായി നടപടിയെടുക്കണം. മാത്രമല്ല ഇവരിവിടെ താമസിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. ഇവിടെ നിന്നുള്ള അല്ലാത്ത ആളുകളെല്ലാം പ്രളയത്തിനെ തുടർന്ന് മാറ്റി താമസിപ്പിച്ചാണ്. ഈ 5 കുടുംബത്തെ കൂടി മാറ്റി വേറെ എവിടെയെങ്കിലും പുനരധിവസിപ്പിക്കുന്ന കാര്യം കൂടി ഗൗരവമായി ആലോചിക്കണം. ഈ കുടുംബത്തിനും പരിക്കുപറ്റിയവർക്കും അവർക്കും ആവശ്യമായ നഷ്ടപരിഹാരം, അല്ലാതെ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നഷ്ടപരിഹാരം കൂടി ഗവൺമെൻറ് കൊടുക്കണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ആവശ്യമില്ലാത്ത വർത്തമാനം പറച്ചിലും നിർത്തണം. ഇന്നിപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞത്? മന്ത്രി ORKയോട് പറഞ്ഞത് ഇനി രാഷ്ട്രീയമായി മുന്നോട്ടാണ്. അതേ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് UDF സ്വീകരിക്കുന്നത്, കോൺഗ്രസ് സ്വീകരിക്കുന്നെങ്കിൽ രാഷ്ട്രീയമായി തന്നെ CPM മറുപടി പറയും, അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ഇവർക്കൊക്കെ എന്താ ഒരു ഉദ്ദേശിച്ചത്? എന്ത് രാഷ്ട്രീയം പറഞ്ഞത്? ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവില്ലേ? നിങ്ങൾ ഈ ക്യാമറയും ഈ മൈക്കും പിടിച്ചോണ്ട അല്ലാതെ നിങ്ങളുടെ നാട്ടിലാണ് സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോവില്ലേ? ഞാൻ പോവും, ഞാനുണ്ടെങ്കിൽ പോവും. അത് സ്വാഭാവികമായൊരു പ്രതിഷേധമാണ്. അതിൽ നമ്മുടെ രോഷം ഉണ്ടാവും, നമ്മുടെ പ്രതിഷേധം ഉണ്ടാവും, നമ്മുടെ സങ്കടം ഉണ്ടാവും, നമ്മുടെ ദുഃഖം ഉണ്ടാവും. ഭരണകൂടത്തോടും ബന്ധപ്പെട്ട ആളുകളോടുള്ള നമ്മുടെ ഒരു ദേഷ്യം ഉണ്ടാവും. ആളുകൾ പ്രതിഷേധിക്കും. കേരളത്തിൽ എവിടെയാണ് അത്രയും പ്രതിഷേധം നടക്കാത്തത്? സ്വാഭാവികമായ പ്രതിഷേധം. അതിനാണ് ഗൂഢാലോചന നടത്തി, നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. രാവിലെ ഫെൻസിങ് ഉണ്ടായില്ല, വൈകുന്നേരം ഫെൻസിങ് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങളെല്ലാം കൂടി ഗൂഢാലോചന നടത്തി കൊച്ചിനെ കൊല്ലാൻ വേണ്ടി പന്നിക്കിണി ഒരുക്കി വെച്ചെന്നാണ്. അതല്ലേ ഇന്നലെ മന്ത്രി പറഞ്ഞത്? എന്ത് വൃത്തികേടാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നത്?
ഇന്നിപ്പോൾ പിൻവലിച്ചു, ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയണത്. അപ്പം നിങ്ങൾ തന്നെ പോയി നിങ്ങളുടെ ലൈബ്രറി നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞതും ഉണ്ടാവും, ഇന്ന് പറഞ്ഞതും ഉണ്ടാവും. മാറ്റി പറഞ്ഞാൽ നന്നായി, അത്രേ കൊള്ളാം.